ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ടായ 2 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരുടെ വ്യവസ്ഥിതിയോടായിരുന്നു ദേഷ്യം, നേരെ മറിച്ച് ബ്രിട്ടീഷുകാരോടായിരുന്നില്ല. അത് ഗാന്ധിജിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ചില ഗുരുതരമായ തെറ്റുകൾ ചെയ്തതിന് ശേഷം ഗാന്ധിജിയെ കോടതിയിൽ വിസ്തരിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഗാന്ധിജി പ്രതിക്കൂട്ടിലായിരിക്കും നിൽക്കുക. ജഡ്ജി വിസ്തരിക്കാനായി വരുന്ന സമയത്ത് ഗാന്ധിജി ഒന്ന് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് സീറ്റിൽ ഇരിക്കാറുണ്ടായിരുന്നത്. അതായത് അവർ പോലും ഗാന്ധിജിയോട് അത്രമാത്രം ബഹുമാനം കാണിച്ചിരുന്നു. അതിന് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കെല്ലാം അറിയാമായിരുന്നു ഗാന്ധിജി സത്യസന്ധനാണ്. അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഭാരതീയർ ആവശ്യപ്പെടുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന്. ഇത് മാത്രമല്ല, വ്യക്തിപരമായി ഗാന്ധിജി ഈ ജഡ്ജിയോടോ അല്ലെങ്കിൽ അവിടെയുള്ള വക്കീലന്മാരോടോ ദേഷ്യം കാണിക്കാത്തത് കൊണ്ട് അവർക്കെല്ലാം ഗാന്ധിജിയോട് വളരെ ബഹുമാനമായിരുന്നു താനും. ഇത് തന്നെ വിവേകാനന്ദ സ്വാമിജിയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറ്റവാളികളോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത്, മറിച്ച് കുറ്റവാളികൾ ചെയ്ത ആ കൃത്യത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത് എന്ന്. കാരണം കുറ്റവാളികളാകാൻ പലപ്പോഴും കാരണം അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികൾ സമൂഹത്തിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്ന്. ഈ ചരിതം നമ്മൾ ഒരു ഗ്രന്ഥത്തിൽ വായിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരു പുസ്തകത്തിൽ, ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലോ എന്തിലെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരിക എന്ന് നമുക്കൊരു ധാരണ ലഭിക്കും. ലോകത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഇത് മുഴുവൻ വായിക്കുക നമ്മളെക്കൊണ്ട് അസാധ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും നമുക്ക് വേണ്ടവ തിരഞ്ഞെടുക്കണം. മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങൾ വായിച്ചാൽ, പ്രത്യേകിച്ച് ഓട്ടോബയോഗ്രഫീസ്, ബയോഗ്രഫീസ് ഒക്കെ വായിച്ചാൽ അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ അവർ നേരിട്ടത് എങ്ങനെയാണ് എന്നതിൽ കൂടിയായിരിക്കും നമ്മൾ കടന്നു പോവുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇവർ അതിനെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമുക്ക് ഓർമ്മ വരികയും അതിനനുസരിച്ച് പലപ്പോഴും ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ധൈര്യവും മനോഭാവവും നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് കുട്ടിക്കാലം തൊട്ട് കുട്ടികളിൽ ഇതുപോലെയുള്ള മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ തന്നെ ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം. ഒരിക്കൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഗാന്ധിജി യാത്രയാവുകയാണ്. കപ്പലിലാണ് യാത്ര. അപ്പോൾ ആ കപ്പലിൽ തന്നെ ഒരു വെള്ളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗാന്ധിജി അത്ര ബോധ്യമല്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഒന്ന് പരിഹസിക്കണമെന്ന് വിചാരിച്ചു. അദ്ദേഹം 1-2 കടലാസിൽ കുറേ കാര്യങ്ങൾ കുത്തിക്കുറിച്ചു. അതിനുശേഷം അതെല്ലാം മടക്കി ഗാന്ധിജിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ഗാന്ധിജി വളരെ ശാന്തമായി അത് മുഴുവൻ വായിച്ചു. അതിനുശേഷം അതിലുണ്ടായിരുന്ന മുട്ടുസൂചി പതുക്കെ വലിച്ചെടുത്തു. അതിനുശേഷം ഈ പേപ്പറുകൾ 2ഉം ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു. ഇത് കണ്ട വെള്ളക്കാരൻ പെട്ടെന്ന് ഒന്ന് അമ്പരന്നു പോയി. അതിനുശേഷം ഗാന്ധിജിയോട് വന്ന് പറഞ്ഞു, ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചില്ലേ? അതിൽ വളരെ വിലപ്പെട്ട ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വായിച്ചു. അതിലുള്ള വിലപ്പെട്ട വസ്തു ഞാൻ എടുത്തു, വിലയില്ലാത്തത് ഞാൻ ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ മുട്ടുസൂചി കാണിച്ചു. ഇതോടുകൂടി ആ വെള്ളക്കാരൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു ധീരന് മാത്രമേ പരിഹാസങ്ങളെ ഈ രീതിയിൽ നേരിടാൻ സാധിക്കൂ. പെട്ടെന്ന് ഒന്ന് ചൂളിപ്പോയിരുന്നുവെങ്കിലോ അയാൾ വിജയശ്രീലാളിതനായി അയാളുടെ മാനസികാവസ്ഥയെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള ജീവചരിത്രങ്ങൾ വായിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കുന്നതിനും നമുക്ക് ചില ചെറിയ നുറുങ്ങു വിദ്യകൾ പ്രയോഗിക്കാൻ സാധിക്കും. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് കുട്ടികളെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഹാളിലോ ടീപ്പോയിലോ അല്ലെങ്കിൽ ഹാളിലോ സിറ്റൗട്ടിലോ ഉള്ള ടീപ്പോയുടെ മുകളിൽ എന്തെങ്കിലും ഒരു നല്ല കഥപുസ്തകമോ ഏതെങ്കിലും ചെറിയ പുസ്തകങ്ങളോ വയ്ക്കുക. ഓടി വന്നാലുടൻ അവർ ഈ പുസ്തകം എടുത്ത് നോക്കുമെന്നൊന്നുമല്ല. പക്ഷെ പല തവണ മുറിയുടെ ഈ ടീപ്പോയുടെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഈ പുസ്തകം അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയും ഒന്നുമില്ലെങ്കിലും അതിൻ്റെ കവറിലുള്ള ആ ഒരു പടം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒക്കെ ചെയ്യും. ഒരു പക്ഷേ കുറച്ചൊരു അമർ ചിത്രകഥ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അവരതെടുത്ത് ഒന്ന് മറിച്ചു നോക്കാനും ചിലപ്പോൾ താല്പര്യം കാണിക്കും.
വൈകുന്നേരം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിതൊന്ന് വായിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പക്ഷേ ഫലപ്രദമാണ് ആ കുട്ടി തന്നെ ആകാംക്ഷയോടുകൂടി അത് വന്ന് എടുത്തു നോക്കുന്നത്. ഒരു പക്ഷേ അത് മുഴുവൻ വായിക്കൊന്നുമില്ല, എങ്കിലും ആ പുസ്തകവുമായിട്ട് ഒരു പരിചയം വരും. അതിനുള്ളിലുള്ള പടം എന്താണ്, അതിൻ്റെ പുറത്തുള്ള പടം എന്താണ്, ആ കുട്ടി അതൊന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അതിൻ്റെ ആളാണ് കേട്ടോ, കുഞ്ഞിനെ അറിയാവോ എന്നൊക്കെ പറയാൻ സാധിക്കും. ഈ ഒരു അനുഭവം ഒരിക്കൽ എനിക്കുമുണ്ടായി. അബ്ദുൽ കലാം സാറിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വിത്ത് പ്രമുഖ് സ്വാമിജി മഹാരാജ്, ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം ഞാൻ വീട്ടിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ വായിച്ചിട്ട് അത് ടീപ്പോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ എൻ്റെ 2 കുട്ടികളും ഇത് പല സമയങ്ങളിലായിട്ട് ഈ പുസ്തകവും അതിൻ്റെ കവർ പേജും ഒക്കെ കണ്ടിട്ടുണ്ട്. അവർ വായിച്ചിട്ടൊന്നുമില്ല. ചില സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഞാൻ പറയും, ഈ പുസ്തകം നല്ല സൂപ്പറാണ് കേട്ടോ, ഇതിനകത്ത് അബ്ദുൽ കലാം സാർ അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ഇവരോട് പറയും. ഒരിക്കലും ആ പുസ്തകം വായിക്കണം അല്ലെങ്കിൽ വായിക്കണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടൊന്നും അല്ല പറയുന്നത്. ഇങ്ങനൊരു പുസ്തകമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, ഇങ്ങനൊരു കഥ അതിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഇതൊരു നല്ല പുസ്തകമാണ്, അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള പുസ്തകമാണ്, ഇതിൽ കുറച്ച് നല്ല കഥകളുണ്ട് എന്നുള്ളൊരു ധാരണ വരും. കുറേ കാലം കഴിഞ്ഞിട്ട് രാമേശ്വരം സന്ദർശിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അബ്ദുൽ കലാം സാറിൻ്റെ വസതിയും സന്ദർശിച്ചു. രാമേശ്വരത്താണല്ലോ അബ്ദുൽ കലാം സാറിൻ്റെ വസതി. ആ വസതി അവിടെയെല്ലാം സന്ദർശിച്ചതിന് ശേഷം മുകളിലത്തെ നിലയിൽ പോയപ്പോൾ അവിടെ കലാം സാറുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം സാറ് എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് കണ്ടാലുടൻ എൻ്റെ കുട്ടികൾ പറഞ്ഞു, ദേ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത് അബ്ദുൽ കലാം സാർ എഴുതിയ ഒരു പുസ്തകമാണ് എന്നുള്ളൊരു ചിന്തയെങ്കിലും ഈ ഒരു കാരണത്തിലൂടെ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് നമ്മളും കൂടി ഒരു വായനാശീലം ഉണ്ടാക്കിയെങ്കിൽ, നമ്മളും വായിക്കുന്നതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ബോധ്യമുണ്ടെങ്കിലേ നമ്മുടെ കുട്ടികളിൽ ഈ വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ വായനാശീലം കുട്ടികളെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇപ്പോൾ ചെറുതായിട്ടങ്ങ് വായിച്ചു തുടങ്ങുകയായിരിക്കാം, പക്ഷെ ഒരു 40 വർഷം കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റുന്നത് എന്ന് പലരും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് വായനയെ വളരെ ഗൗരവതരമായിട്ടെടുത്ത നമ്മുടെ കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. മൊബൈലിൽ കൂടി വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിൽ പോലും നമ്മളുടെ കണ്ണുകൾക്കുമെല്ലാം ഇന്ന് ഒഫ്താൽമോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട്, ഇന്ന് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളിലുള്ള കണ്ണാടിയുടെ ഉപയോഗം വളരെ കൂടുതലായിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും കൂടി ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളിൽ ചെറിയ ചെറിയ നുറുങ്ങു വിദ്യകൾ പ്രയോഗിച്ച് വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. ആത്മീയ കഥകളുടെ ഈ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.